നമസ്കാരം. നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യകരമായ ദിനചര്യകളും ഔഷധ ഗുണമാർന്ന രുചിക്കൂട്ടുകളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ആരോഗ്യ സംരക്ഷണ ഭാഗമാണ് കർക്കിടകത്തിൽ മലയാളിക്ക്. രുചിക്കൊപ്പം ആരോഗ്യവും സമ്മാനിക്കുന്ന മരുന്നുണ്ടയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. പതിവ് പോലെ തന്നെ അമ്മയാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. മരുന്നുണ്ട തയ്യാറാക്കുന്നതിനായി 7 കൂട്ടം മരുന്നുകൾ 50 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഉലുവ, ആശാളി, ചതവുപ്പ, ജീരകം, അയമോദകം, കറുത്ത എള്ള്, വെളുത്ത എള്ള്. ഇനി ഇതിലേക്കായി 150 ഗ്രാം കുത്തരി നന്നായി കഴുകി വെള്ളം വാർത്തിയെടുത്തിരിക്കുന്നതാണ്. 400 ഗ്രാം ശർക്കര, ഒരു തേങ്ങ, ഒരു കഷ്ണം ചുക്ക്, 5 ഏലക്കായ. ഇനി നമുക്ക് അരിയും മരുന്നുകളും ഓരോന്നോരോന്നായി വറുത്തെടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ചെറു തീയിലിട്ട് വേണം ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട്. വറുക്കുമ്പോൾ എല്ലാം ഒന്ന് പൊട്ടി വരുന്നതാണ് ഈ വറവിൻ്റെ പാകം. ഇവിടെ ഇപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വലിച്ചെടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മരുന്നുണ്ട ഒരു മാസത്തോളം കേടുകൂടാതെ ഇരുന്നോളും. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. പെട്ടെന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട് ശർക്കരയെല്ലാം ഒന്ന് പൊട്ടിച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ശർക്കര നന്നായി ഉരുകിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിൽ കൂടെ അരിച്ച് അത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. വറുത്ത് വച്ചിരിക്കുന്ന അരിയും മരുന്നുകളും ചൂടാറിയ ശേഷം കുറേശ്ശെയായി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മരുന്നെല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് മരുന്ന് പൊടിച്ചതും തേങ്ങയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഇതിലേക്ക് ഉരുക്കിയോ പൊടിച്ചോ ചേർക്കാവുന്നതാണ്. ഉരുക്കി ചേർക്കുമ്പോൾ നമുക്കതിനകത്തുള്ള അഴുക്കെല്ലാം അരിക്കുമ്പോൾ പോയി കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഓരോ ഉണ്ടകളാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മരുന്നുണ്ട തയ്യാറായിട്ടുണ്ട്. ഇത് വായു കടക്കാത്ത പാത്രത്തിലടച്ച് ഒരു മാസത്തോളം സൂക്ഷിക്കാം. ഒരു ദിവസം ഒരെണ്ണം എന്ന രീതിയിൽ കഴിച്ചാൽ മതി. കർക്കിടകം സ്പെഷ്യലായി നമ്മൾ തയ്യാറാക്കിയ മരുന്നുകളുടെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്